വെൽക്കം ടു ലൈക്ക് ബഗൈൻ വില്ല. ആരും ഇല്ല എൻ്റെ കൂടെ ലൈക്ക് ബഗൈൻ വില്ലയിലേക്ക് വെൽക്കം പറയാനായിട്ട്. രണ്ടുപേരുണ്ട് കേട്ടോ ഇവിടെ. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പറയാനാണ്. എന്താണെന്നറിയാമോ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത്? ക്രിസ്മസ് കാർഡാണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് കാർഡ് കുറച്ച് പേർക്ക് വിടാൻ പോവാണ് അല്ലേ? ക്രിസ്മസ് കാർഡ് ആദ്യമായിട്ടല്ലേ കാണണേ? ക്രിസ്മസ് കാർഡ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ കൈപ്പൊക്കൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുട്ടികളും കൈപ്പൊക്കാൻ സാധ്യതയുണ്ട്. ആണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ചുമ്മാ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയേക്കുന്ന പഴയ കാർഡ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. റബേക്ക പഴയ കാർഡെങ്കിലും കണ്ടിട്ടുണ്ട്. എമ്മിക്കുട്ടി ക്രിസ്മസ് കാർഡേ കണ്ടിട്ടില്ല. എന്താണ് ക്രിസ്മസ് കാർഡെന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു കേട്ടോ, മിക്കവാറും ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു അവസ്ഥ ഇതായിരിക്കും. ഒന്ന് ചെറുപ്പത്തിലുണ്ടല്ലോ, എനിക്കൊക്കെ കുറെ ക്രിസ്മസ് കാർഡ് കിട്ടിയിട്ടുമുണ്ട്, കുറെ ക്രിസ്മസ് കാർഡ് അയച്ചിട്ടുമുണ്ട്. ഡോപ്പിക്കോ? കിട്ടിയിട്ടുണ്ട്. അത് ക്രിസ്മസ് കാർഡ് ആയിരുന്നല്ലോ മെയിൻ. അത് തന്നെ. ആ എനിക്ക് ഏറ്റവും കൂടുതൽ വാട്സാപ്പിലും ചുമ്മാ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് അന്നത്തെ ദിവസം അയച്ചാൽ തീർന്നു. വാട്സാപ്പിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അത് മാത്രമേ ഇല്ല. അത് 10 കാർഡുണ്ട്. 10 കാർഡല്ലേ ഒന്നത്തിനകത്തുള്ളത്? 10 കാർഡുകളാണ്. അപ്പൊ നമ്മള് 2 തരത്തിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രോഡ്വേ പോയപ്പോ വാങ്ങിച്ചതാണ് അല്ലേ? ഈ കാർഡ് വാങ്ങിക്കണം നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മൾ ബ്രോഡ്വേ പോയി ഷോപ്പ് ചെയ്ത വീഡിയോ ഇല്ലേ, അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ കടയും കാണിച്ചിട്ടുണ്ട്, കാർഡും കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞു, അവിടുത്തെ കടക്കാർ പറഞ്ഞു, നമ്മുടെ ആ വീഡിയോയ്ക്ക് ശേഷം ക്രിസ്മസ് കാർഡ് അന്വേഷിച്ച് വേറെയും കുറെ ആൾക്കാർ അവിടെ ചെന്നിരുന്നു. കുറെ പേര് കാർഡൊക്കെ എടുത്ത കാര്യമൊക്കെ ചേട്ടന്മാർ പറഞ്ഞു കേട്ടോ. ഉള്ളു കാണിച്ചു തരാം. അപ്പൊ ഈ 2 കാർഡാണേ. മോള് കാണിച്ചു കൊടുക്ക്. ഇതിന്റെ ഉള്ളിലെന്ന് വെച്ചാൽ അങ്ങോട്ട് നമ്മള് വലിയ ഒരു എമൗണ്ട് ഉള്ള കാർഡല്ല മേടിച്ചേ. അതെ, നോർമൽ കാർഡാണ്. ഒത്തിരി കാർഡുകളുണ്ട്. പണ്ടുണ്ടല്ലോ നീ പറഞ്ഞ പോലെ തുറക്കുമ്പോ പാട്ട് കേൾക്കണ കാർഡ്, അത് കിട്ടുന്നത് എനിക്കെന്ന് വെച്ചാൽ എന്റെ അങ്കിള്, കാനഡയിലുള്ള അങ്കിള് അയക്കുമ്പോഴാണ് അങ്ങനെ തുറക്കുമ്പോ പാട്ട് ഉള്ള കാർഡ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ അത് കേരളത്തിൽ വന്നായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ ചെറുപ്പത്തില് കുഞ്ഞിലെ അങ്ങനത്തെ കാർഡ് ഇവിടെ കണ്ടിട്ടില്ല. 10 കാർഡുണ്ട്. മൊത്തം 20 കാർഡുണ്ട്. അപ്പൊ നമ്മൾ 20 പേർക്ക് അയക്കാൻ പോവാണ്. എമ്മിക്കുട്ടിയുടെ ഫ്രണ്ട്സിനെ അയക്കണ്ടേ? എത്ര ഫ്രണ്ട്സിനെ അയക്കണം? 4 പേർക്ക് അയക്കാം. 4 ഫ്രണ്ട്സ്. ഒരാൾക്ക് 5 കാർഡ് വീതം എടുക്കാം അല്ലെ? എമ്മിക്കുട്ടിക്ക് 5 കാർഡ്, 4 കാർഡ് കൊടുക്കാം. എനിക്ക് 4 കാർഡ്, 4 കാർഡ്. നിന്റെ 4 ഫ്രണ്ട്സിനെ അയക്കാം. റോപ്പിക്ക് 4 കാർഡ്, സാറയ്ക്ക് 4 കാർഡ്. ഇതിൽ മതിയോ? അല്ല, മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. 2 പേർക്കും വേണ്ടി വരുമോ? എനിക്ക് ഈ കാർഡിനെ ഇതിനൊരു എന്തോ വേറൊരു എന്തോ ഇങ്ങനെ 3D എന്താണ് പറയണേ? ഗ്ലോസി ആണ്, പ്രൊജക്ട് ചെയ്തിട്ടുന്ന പോലെ അങ്ങനെ ഉണ്ടേ. ഇത് ഫസ്റ്റ് ടൈം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു എഫക്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് പിന്നെ കൂടുതൽ നേരം കണ്ടു വന്നപ്പോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഈ നോർമൽ കാർഡാണ് എനിക്ക്. ഇത് മതിയായിരുന്നു തോന്നുന്നു. അത് മതിയാ? അപ്പൊ ഇന്നിപ്പോ നമ്മളിത് സ്റ്റാമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് കണ്ടോ? സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സ്റ്റാമ്പ് കാണിച്ചേ. സ്റ്റാമ്പൊക്കെ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ പിള്ളേരെ. സ്റ്റാമ്പ് കാണിച്ചുതരാൻ വാങ്ങിച്ചിട്ടുണ്ടേക്കണേ. അതൊരു സാധനം എടുത്തിട്ട് വാ. കാറ് തുറക്കണം. കാറിന്റെ ഗ്ലോബ് ബോക്സിലുണ്ട്. എടുത്തിട്ട് വാ കേട്ടാ. സ്റ്റാമ്പ് ചുമ്മാ ഒരു പേപ്പറാണേ. ചുമ്മാ ഒരു പേപ്പറാ. കാണിച്ചരാ. ഓടി പോയിട്ട് വാ. ചുമ്മാ നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പേപ്പറാണ്. അതിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. മനസ്സിലാവല്ലേ? സ്റ്റാമ്പ് കാണുമ്പോ മനസ്സിലാവായിരിക്കും. പുതിയതായിട്ടൊരു സാധനമാണ്. ഈ സാധനമല്ല സ്റ്റാമ്പ്. സ്റ്റാമ്പ് കണ്ടിട്ടില്ലായിരുന്നു. സ്റ്റാമ്പ് കണ്ടത് പറയാ പേരുണ്ടല്ലോ. പിള്ളേർക്ക് വേണ്ടി സ്റ്റാമ്പ് കാണാത്ത നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഇതാണ് സ്റ്റാമ്പ് അല്ലേ? പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ എടുക്കാൻ പോയപ്പോ വേറൊരു പേപ്പറും കിടപ്പുണ്ട്, ഇതും കിടപ്പുണ്ട്. അപ്പൊ ആ പേപ്പറല്ല ഈ പേപ്പറാണ്. മനസ്സിലായി. സ്റ്റാമ്പിലുണ്ടല്ലോ എന്തൊക്കെയുണ്ടെന്ന് നോക്കി മനസ്സിലായി. എങ്ങനെയാണെന്നറിയോ? ഇത് ഞാൻ മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോസ്റ്റ്. ശിവാജിയാണ്. ശിവാജി അല്ല, ശിവജി. ഛത്രപതി ശിവജി. കൊച്ചി ചോദിച്ചേട്ടാ, ഇതാരാണ്? പണ്ടത്തെ മുഖ്യമന്ത്രിയാണ്. അതൊരു ഛത്രപതി ശിവജി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. മഹാരാജ കണ്ട, മഹാരാജ് ഛത്രപതി ശിവജി. ശിവജി മഹാരാജ് രാജാവായിരുന്നു. ഇത് ഇങ്ങനെ കത്തിലൊക്കെ വന്നത് കണ്ടിട്ടുണ്ട്. മഹാരാജ്. അപ്പൊ മഹാരാജ് ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒന്നില് വെച്ചിട്ടുണ്ടല്ലോ ഒരു കാട് ഞങ്ങളെ കൊണ്ട് അപ്പോഴത്തേക്കും ഈ സാധനം ടീച്ചർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടിച്ചായിരുന്നു.
അത് കണ്ടിട്ടുണ്ട്. പോസ്റ്റ് കാർഡിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചോ? ടീച്ചർ ഒട്ടിച്ചോ അത്? കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വെച്ച് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അവരെ കൊണ്ട് പോസ്റ്റ് കാർഡ് നമ്മുടെ പോസ്റ്റ് ബോക്സിൽ ഇടിയിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന്റെ കാർഡ് നമുക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് തിന്നണ്ടാക്കി കൊണ്ടുപോകും ആണല്ലേ? അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഞങ്ങൾ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മമ്മി വീട്ടിലായിരുന്നേ. ആ തന്നെ ഞാൻ ഒന്നിൽ വെച്ച് ഇട്ടതാണ് മമ്മി വീട്ടിലോട്ട് വന്ന് എന്റെ വീട്ടത് കൊച്ചിന് കിട്ടിയല്ലേ? അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് അറിയാവോ? ഇത് ഇവിടെ നമ്മള് ആർക്കാണോ അവരുടെ പേര് എഴുതും. 2 അത് കഴിഞ്ഞിട്ട് ഇവിടെ പേര് എഴുതും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് എഴുതി കാണിക്കാത്തത്, ഇപ്പൊ എഴുതിയിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാ പോണേന്ന് ഇതിനോട് കാർഡ് ചെല്ലണേ മുന്നേ അറിയൂല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ 2 എന്ന് എഴുതിയിട്ട് ആർക്കാണ് വിടുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ മോളെ അമ്മയ്ക്ക് വിടുവാണെങ്കിൽ 2 അമ്മ. ഓക്കെ, ഇവിടെ ഫ്രം എന്ന് എഴുതാം, അല്ലെങ്കിൽ വിത്ത് ലവ്. ഫ്രം എന്ന് എഴുതൂല, ഇവിടെ വിത്ത് ലവ് എമ്മിക്കുട്ടി അങ്ങനെ എഴുതും. എന്നിട്ട് നമ്മള് ഇതിന്റെ കവർ എന്താ മോളെ? ഇതിന്റെ കവർ ഇതാണേ. ഇതിന്റെ കവറിലേക്ക് ഇങ്ങനെ ഇടും. കാർഡ് ഇടുന്നത് ഇങ്ങനെയാട്ടോ, ഇങ്ങനെയല്ല. ഓക്കെ, ഇങ്ങനെ ഇടുവേ. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 10 രൂപയുടെ സ്റ്റാമ്പാണ് നമ്മൾ വാങ്ങിച്ചേക്കണേ. മിനിമം അത്രയും വേണ്ടി വരും ഇതിനെന്നാണ് നമ്മളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ 10 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങിച്ചു. നമ്മുടെ ഈ കാർഡിന് ഒട്ടിക്കേണ്ട വെയിറ്റിനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ, തന്നിട്ട് നമ്മളോട് പറയും കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരാൻ പറയും. അപ്പൊ നമ്മള് കാശ് ചോദിച്ചില്ല. അപ്പൊ അത് കൃത്യമായിട്ടുള്ള എമൗണ്ടിനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചോണ്ടാ ചോദിക്കാത്തത്. ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഈ വശത്ത് ഇതല്ലേ കാർഡ്, ഇതിന്റെ മുകളിൽ വലതു വശത്ത് ഇവിടെ ആയിട്ട് ഈ സ്റ്റാമ്പ് ഒരെണ്ണം കീറിയെടുക്കും. ഇങ്ങനെ കീറ്, ഒരെണ്ണം കീറി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒട്ടിക്കും. ചിത്തായിപ്പ് വരുന്നത്, അതായത് കറക്റ്റ് ആയിട്ട് അവിടെ കീറിയില്ലെങ്കിൽ അതിന്റെ ആ ഒരു വാല്യൂ അവരുള്ളതായിട്ട് കണക്കാക്കൂല. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ കീറി എടുക്കണം. എന്നിട്ട് നമ്മൾ ഗം ചെയ്യണം. അതായത് ഇങ്ങനെ ഒട്ടിക്കും നമ്മള്. ഇവിടെ ഇത് ഒട്ടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? പോലെ പറഞ്ഞിട്ടെ, ദേ ഇവിടെ 2 അഡ്രസ് ചെയ്തു. ഇവിടെ 2 എന്ന് എഴുതിയിട്ട് എലിസബത്ത്, ഇപ്പൊ അമ്മയ്ക്ക് വിടുകയാണെങ്കിൽ മോള് എലിസബത്ത് ഡോർഫിൻ മിസ്സസ് എലിസബത്ത് ഡോർഫിൻ ലോപ്പസ് മാഷി വാലി. അയ്യോ, വണ്ടി വന്നു, കൊച്ചിന്റെ വണ്ടി വന്നു. ഈ കൊച്ചിനെ കണ്ടു ബാക്കി പറയാം. പരീക്ഷ നാളിപ്പോ തന്നെ വരുവാണ്. എമ്മിക്കുട്ടിയുടെ വണ്ടി നേരത്തെ വന്നു. ശരിക്കും എക്സാം നടക്കുവാണല്ലോ, അപ്പൊ 10 മണിക്കാണ് എക്സാം. അപ്പം ഇത്രയും ദിവസം ഒരു 9:45 ആകുമ്പോഴാണ് വണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പിന്നെ എന്നാ അവള് പോകുന്നേ മുന്നേ എടുത്തേക്കാന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇത് നേരത്തെ വന്നു വണ്ടി. അപ്പൊ ഉണ്ടല്ലോ റബേക്കോളെ, ഇവിടെ സ്റ്റാമ്പ് ഒട്ടിക്കണം, തല തിരിച്ചൊന്നും ഒട്ടിക്കരുത്, നേരെ ഒട്ടിക്കണം. പിന്നെ ഇവിടെയാണ് നമ്മൾ വിടുന്ന ആളുടെ അഡ്രസ്സ് ചെയ്തത്. ഇവിടെയാണ് 2 അഡ്രസ്. അപ്പൊ ഞാൻ അറിയാലോ അതൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ കൊച്ചിന്? അതൊക്കെ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതും. ഇവിടെ ഫ്രം അഡ്രസ് എഴുതും. ആരാണ് നമ്മളുടെ അഡ്രസ്? പിന്നെ വിടുന്ന ആളുടെ അഡ്രസ്. എന്നിട്ട് നമ്മളിവിടെ ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് നമ്മളങ്ങ് വിടും. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ വരാം. കൊച്ചു പോയിട്ടില്ലേ പോസ്റ്റ് ഓഫീസിൽ? പോയിട്ടില്ല അല്ലേ? കൊച്ചു പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടില്ല. എന്തായാലും നമ്മളൊക്കെ എമ്മിനെ സ്കൂളിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ചില നേരത്തൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ കാണാറുണ്ട്. റെഡിലാന്നിട്ട് അതിന്റെ ഉള്ളിലോട്ട് ആള് വന്നിട്ട് അത് പോസ്റ്റ് ബോക്സ് എന്നെ കൊണ്ടുപോകാൻ ഞാനില്ല. കൊച്ചിട് അല്ല, എമ്മിയും വരട്ടെ, എന്നാ നമുക്ക് എന്നിട്ടിടാം. ഇവരിതെല്ലാം ലോക്കൽ അഡ്രസ് അല്ലേ ഡോപ്പി? അപ്പൊ കുഴപ്പമുണ്ടാവില്ല, വലിയ താമസമൊന്നും ഇല്ലാണ്ട് കിട്ടിക്കോളും. അവിടെ കൂടി കേട്ടെ, അവനും ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇടാനായിട്ടേ. അങ്ങനെ പോയിടാം നമുക്ക്. പണ്ടെന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ പോസ്റ്റ്മാൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാലമൊക്കെ ഇല്ലേ ഡോപ്പി? പല സ്ഥലങ്ങളിൽ വരുമല്ല, അപ്പത്തേനും പല സ്ഥലങ്ങളിൽ വരുമ്പത്തേനും എന്ത് കാടാന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് ചിലപ്പോ ഈ സൗണ്ട് ഒക്കെ ഉള്ള കാടാണല്ലോ, അപ്പം ആ മ്യൂസിക്കുള്ള കാട്. അപ്പൊ അതൊരു ക്യൂരിയസ് ആയിരുന്നു. ഓരോന്നും വെയിറ്റ് ചെയ്യും. ചിലപ്പോ ഇന്ന് വരും ഒരു കാടെന്ന് പ്രതീക്ഷിക്കും. ക്രിസ്മസ് കഴിയുന്ന വരെ, ചിലപ്പോ ക്രിസ്മസ് കഴിഞ്ഞിട്ടൊക്കെ വരും. ചിലതൊക്കെ ഡിലേ ആയിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള വിദേശത്ത് തന്നെ കാർഡാണ് ഞങ്ങൾക്ക് അങ്ങനെ ഡിലേ ആയിട്ട് കിട്ടാറുള്ളത്. പക്ഷെ എപ്പോഴും അല്ല, നേരത്തെ വിടും. അഡ്രസ്സില്ലേ ഇപ്പം പിൻകോഡൊക്കെ തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോ കറങ്ങിയിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഡിലേ വന്നിട്ടുണ്ട്.
എന്തോരം കാർഡ്സ് ആണ് കിട്ടുന്നത് ആ സമയം. അത് കഴിയുമ്പോ എത്ര കാർഡുകളാണ്. എനിക്ക് അഡ്രസ്സ് തെറ്റിയ കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ആൾക്കുള്ളതായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വേറെ ആൾക്കുള്ള കാർഡായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് മേടിച്ചിരിക്കുന്ന പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവോ വെച്ചിട്ടോ വേറെ കാർഡിന്റെ കൂട്ടത്തിൽ പെട്ടുപോയതോ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ആരുടെയോ പേര് എഴുതിയിട്ട് പോസ്റ്റ് മാസ്റ്ററുടെ കയ്യില് പോസ്റ്റ്മാന്റെ കയ്യില് അപ്പൊ നിറച്ച് കാർഡുകളായി ഇഷ്ടംപോലെ കാർഡുകളായിരിക്കും. പോസ്റ്റ്മാന്റെ കയ്യില് 1-2 കാർഡ് ഉണ്ടെങ്കിൽ ഉണ്ട്. എന്തെല്ലാം തരത്തിലുള്ള കാർഡുകൾ ഉണ്ടായിരുന്നു അല്ലേ? എന്തോരം കാർഡുകൾ ഉണ്ടായിരുന്നു. കാർഡ് ഇല്ലല്ലേ, എനിക്ക് ആ ഷോപ്പിൽ 1-2 ഷോപ്പിലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇനി അത് കീറണം. ആർച്ചീസ് ഒന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. ആർച്ചീസിന്റെ ഷോപ്പ്, ആർച്ചീസ് ഒരു കാർഡിന്റെ ഒക്കെ ഷോപ്പാണ് മോളെ. പിന്നെ ഞങ്ങൾ കാത്തിരിക്കണ ഒരു സംഭവം എന്താണെന്നറിയാവോ? മണി ഓർഡർ. ഡാഡി മുംബൈയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് മണി ഓർഡറും ലെറ്ററും. ഡാഡി ലെറ്റർ അയക്കലാണല്ലോ, ഫോണിലല്ലോ. അപ്പം മണി ഓർഡർ എന്ന് വെച്ചാൽ പൈസ അയക്കും, സാലറി അയക്കുന്നത് മണി ഓർഡർ ആയിട്ടാണ്. അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കും സാലറി. പോസ്റ്റ് ഓഫീസിൽ കൊടുക്കും സാലറി. എന്നിട്ട് അവര് നമുക്കത് എടുക്കൂല. അതുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് കാർഡെല്ലാം നമ്മളിവിടെ റെഡിയാക്കി കേട്ടോ. എല്ലാം അഡ്രസ്സൊക്കെ എഴുതി, അഡ്രസ്സ് എല്ലാം എഴുതി, ഉള്ളിൽ എഴുതാളൊക്കെ എഴുതി. ഇനി ഇത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ക്രിസ്മസ് കാർഡ് വിടുകയാണ്. ഒത്തിരി വർഷമായി ക്രിസ്മസ് കാർഡൊക്കെ വിടുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ സമയമുണ്ടെന്ന് അറിയില്ല, എന്നാലും ഈ ഒരു ട്രഡീഷനൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ ഇതുപോലെ ഇനി ഉണ്ട് കുറച്ച് ദിവസമൊക്കെ ആർക്കെങ്കിലൊക്കെ ക്രിസ്മസ് കാർഡ് വിടാം. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ ആ കുട്ടികൾക്കൊരു കാർഡൊക്കെ വിടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ മറ്റേ നോട്ടിഫിക്കേഷൻ ആൾക്കാർക്ക് ഈ ബാങ്കിന്റെ അങ്ങനെയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം പോസ്റ്റ് ഓഫീസുകാർക്ക് ഒരു സന്തോഷമാവട്ടെ, അവർക്കും വേറെ സംഭവങ്ങൾ കയ്യിൽ കിട്ടിയെന്നുള്ളത്. അപ്പം അതുകൊണ്ടല്ല, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഇത് കയ്യിൽ കിട്ടുന്ന കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? ഇപ്പൊ ഞങ്ങളുടെ പിള്ളേർക്കും ആരെങ്കിലും ക്രിസ്മസ് കാർഡൊക്കെ വിട്ടാൽ ഇവർക്ക് സന്തോഷമായിരിക്കില്ലേ? ഇത് വിടുമ്പോ തന്നെ ഇവർക്ക് സന്തോഷമാണ്. അപ്പൊ നാളെ കാണാം വിശേഷങ്ങളായിട്ട്. ഓക്കെ, ബൈ.